യാത്രക്കാരന്റെ മോശം പെരുമാറ്റത്തെ തുടർന്ന് കോഴിക്കോട് ബഹ്റൈൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുംബൈയിലിറക്കി. യാത്രക്കാരനെയും ലഗേജും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ ശേഷമാണ് വിമാനം പുറപ്പെട്ടത്. ഇതേ തുടർന്ന് വിമാനം 3 മണിക്കൂർ വൈകി. സൗദിയിൽ ഒരാഴ്ചയ്ക്കിടെ അതിർത്തി നിയന്ത്രണങ്ങൾ ലംഘിച്ച 16,161 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 967 പേർ നിയമം മറികടന്ന് രാജ്യത്തിനുള്ളിൽ കടക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചൂട് കനത്തതോടെ ഒമാനിലെ നിർബന്ധിത ഉച്ചവിശ്രമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ നിർബന്ധിത ഉച്ചവിശ്രമം ഏർപ്പെടുത്തിയത്. KMCC മെഗാ ജോബ് ഫെയർ നാളെ. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ 500-ൽ പരം തൊഴിലവസരങ്ങളുമായി അബുദാബി KMCC പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത് ഇമെയിൽ ലഭിച്ചവർ മാത്രം ഇന്റർവ്യൂവിന് എത്തിച്ചേരണമെന്ന് സംഘാടകർ അറിയിച്ചു. അബുദാബിയിൽ സൂപ്പർ സെയിൽ. ലുലു ഗ്രൂപ്പിന്റെ LIPയുടെ കീഴിലുള്ള അബുദാബി, അലൈൻ, അൽദഫ്ര എന്നിവിടങ്ങളിലെ 11 മാളുകളിലാണ് സമ്മർ സൂപ്പർ സെയിൽ. ഉൽപ്പന്നങ്ങൾ 90% വരെ വിലക്കുറവിൽ. സൂപ്പർ സെയിൽ ജൂൺ 30 വരെ തുടരും. US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി ചർച്ച നടത്തി. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന രൂക്ഷമായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുവരും ചർച്ച നടത്തിയത്. വെടിനിർത്തൽ ആവശ്യത്തെ സൗദി പിന്തുണയ്ക്കുന്നതായും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. റഫേൽ, UAE തുടങ്ങിയ ഫീൽഡ് ആശുപത്രിയുടെ പ്രവർത്തനം ശക്തമാക്കി. ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെയാണ് ഇവിടെ ചികിത്സിക്കുന്നത്. ദിവസവും നിരവധി സർജറികൾ നടത്തുന്നതായും മെഡിക്കൽ സംഘം വ്യക്തമാക്കി. ഇരട്ട നികുതി ഒഴിവാക്കി ഖത്തറും UAEയും. ദോഹയിൽ നടന്ന GCC ധനകാര്യ കമ്മിറ്റി യോഗത്തിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. പുതിയ കരാർ നിലവിൽ വരുന്നതോടെ വ്യക്തികളുടെയും കമ്പനികളുടെയും നികുതി വിവരങ്ങൾ പരസ്പരം കൈമാറാനും നികുതി വെട്ടിപ്പും നികുതി സംബന്ധമായ രേഖകളുടെ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും കഴിയും. കടുത്ത വേനൽ വന്നതോടെ സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വാഹന പാർക്കിംഗ് നിരക്കിൽ ഇളവ്. സ്ലോട്ടുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യണം. പെരുന്നാൾ, വേനലവധിക്കായി നാട്ടിലേക്ക് പോകുന്നവർക്ക് നിരക്കിളവ് പ്രയോജനമാകും. രാജ്യത്ത് അവസാനഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ.